വൈരമുത്തു സാർ ഒരു ഡയറക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞയക്കുകയും ഞാൻ ആ ഫിലിം ചെയ്യുകയും പാട്ട് ചെയ്തൊരു 3 പാട്ട് ആ പാട്ട് ചെയ്ത് അതിൻ്റെ പ്രൊഡ്യൂസറൊക്കെ നല്ല പ്രൊഡ്യൂസറായിരുന്നു. അല്ല, അദ്ദേഹം നല്ല പളവളാന്ന് തിളങ്ങുന്ന ജുബയൊക്കെ ഇട്ട് ആ പാട്ട് റെക്കോർഡിങ് സമയത്ത് എനിക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തരുന്നുണ്ടായിരുന്നു. ഈ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ആ ഏരിയ മുഴുവൻ അരിച്ചു പെറുക്കി. അദ്ദേഹത്തിനെ കണ്ടില്ല. അതുവരെയുള്ള പളപളപ്പേ ഉണ്ടായിരുന്നു. ഇത് സത്യമാണ് രുചി. എൻ്റെ ഒരു അവസാനം ഞാൻ ചെറുതുമാണ്. പിന്നെ ചിത്ര ചേച്ചിയൊക്കെയാണ് പാടി. ഇവർക്കൊക്കെ പൈസ കൊടുക്കണമല്ലോ. ഇങ്ങനെ കാണുന്നതുമില്ല. അതുവരെ എനിക്ക് എത്ര ഉമ്മ തന്നാന്നറിയാം. എൻ്റെ ചെല്ലയിൽ അദ്ദേഹത്തിൻ്റെ തുപ്പലൊക്കെ ഇപ്പോഴും ഉണ്ട്. ഈ ഉമ്മ അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അങ്ങനെ കാണുന്നില്ല. ഇപ്പോഴും ഞാൻ എൻ്റെ ഒരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്കൊരു ഓസ്കാർ അവാർഡ് കിട്ടണമെന്നോ ഒന്നുമല്ല. എനിക്ക് ഇദ്ദേഹത്തിന് ഒരു തവണ കൂടെ ഒന്ന് കാണിച്ചു തരണം. ചുമ്മാ ജസ്റ്റ് ഒരു രസത്തിന് കാണാൻ. കാരണം അങ്ങനെ എത്ര ഉമ്മ വെച്ചിട്ട് ഒരാൾ കടന്നു കളയാന്ന് പറഞ്ഞാൽ മഹാവൃത്തികേട്. അന്നേ ഒരു തേപ്പ് കിട്ടിയ മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് പോട്ടെ. അപ്പോഴും എനിക്ക് കത്തായി തന്ന അമ്മയാണ്. അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞ, അമ്മ അവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുക, പൈസ ഇല്ല. അമ്മയുടെ കയ്യിൽ വളയും മാലയൊക്കെ കൂടി ഊരിത്തന്ന് ഞാനതുകൊണ്ട് പണയം വെച്ചിട്ടാണ് അന്ന് ഇവർക്കൊക്കെ പൈസ കൊടുത്തത്. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഒരു വിഷമവും അതിൻ്റെ കൂടെ ചെറിയ സന്തോഷമൊക്കെ ഉണ്ട്. അന്ന് റെക്കോർഡ് ചെയ്ത പാട്ടുകൾ നമ്മുടെ ജിജോ സാറിൻ്റെ ഫ്രണ്ട് അദ്ദേഹം കേട്ടിട്ട്, സുരേഷ് കാന്തൻ, അദ്ദേഹം ഇത് കേട്ട് ജിജോ സാറിനെ കേൾപ്പിച്ചു. ജിജോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവോദയ പ്രൊഡക്ഷൻസിൻ്റെ അപ്പച്ചൻ സാറിൻ്റെ മകൻ, നമ്മുടെ കുട്ടിച്ചാത്തനും പടയോട്ടം ഒക്കെ ചെയ്ത ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിനെ കേൾപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഫിലിം ചെയ്യാൻ വേണ്ടി, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിലിം ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുകയും ഞാൻ ചെന്നൈയിൽ നിന്ന്, അപ്പോഴൊന്നും ഒരു വിശ്വാസം വരുന്നില്ല, നവോദയ പ്രൊഡക്ഷൻസിൻ്റെ ഒരു പടം ആദ്യം എന്നൊക്കെ നമ്മൾ ഞെട്ടി. പിന്നെ ഞങ്ങൾ കുടുംബത്തോടെയാണ് കമ്പോസിങ്ങിന് വന്നത്. ഞാനും അച്ഛനും അമ്മയും അവരെല്ലാം എന്നെ അവിടെ വിട്ടിട്ട് ഞാനും ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാക്കനാട്. അപ്പോൾ ആ കമ്പോസിങ് നല്ല രസമായിരുന്നു. നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കുന്നു. ആ പാട്ട് കേട്ടിട്ട് അവരിപ്പോൾ ടി കെ രാജീവ്കുമാറായിരുന്നു അതിൻ്റെയും ഡയറക്ടർ. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞ് ഞാൻ പാട്ടുണ്ടാക്കുന്നു. ഈ പാട്ട് കേൾക്കാൻ ഒരു 45 പേര് വരും ഇതെല്ലാം കഴിഞ്ഞിട്ട്. അത് പല ലെവലിലുള്ള ആളുകളാണ്. ഈ പശുവിനെ കറക്കാൻ വരുന്നവരും, പിന്നെ അതിൻ്റെ കൂടെ അവിടെ സാധാരണ ഈ സംഗീതമായിട്ട് പ്രത്യേകിച്ച് വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും സംഗീതം രസിക്കുന്ന കുറേ ആളുകൾ, പല ലെവലിലുള്ളവർ, അവരെല്ലാം വന്നിരിക്കും. അപ്പോഴാണ് നമ്മൾ ഈ ഹാർമോണിയം വെച്ചാൽ ധരീരി എന്ന് പാടുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഈ തല ചൊറിയാൻ വേണ്ടി കൈപൊക്കിയാലും അപ്പോഴേ ചരത്തെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വേറെ ചെയ്യാമെന്ന് പറയും. ഇത്ര ക്രൂരമായിട്ടാണ് ആ കമ്പോസിങ് നടന്നത്. സത്യം, ഒരു സിറ്റുവേഷന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കമ്പോസ് ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഞാൻ ചെയ്ത് 45 പാട്ടോ എന്തോ ഒരു സിറ്റുവേഷൻ. പ്രേമമൊക്കെയാണ് നമുക്കിഷ്ടമുള്ള വിഷയമാണ്. പക്ഷേ അതിനൊരു പരിധിയില്ലേ പ്രേമപ്പാട്ട് ചെയ്യുന്നതിന്. എൻ്റെ കൂടെ കൈതപ്പുറ അണ്ണാച്ചിയുണ്ട്. അണ്ണാച്ചി ഇത് നല്ലതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ കഷ്ടപ്പാട് ദുരിതത്തിൻ്റെ ഇടയ്ക്ക് അത് കമ്പോസിങ് തീർത്തു. കമ്പോസിങ് കഴിഞ്ഞ് ഇത് അപ്പച്ചൻ സാറൊക്കെ വന്ന് പാട്ടൊക്കെ കേട്ടു, എല്ലാം ഓക്കെ ആയി. ഓക്കെ ആയതിനു ശേഷം നമ്മുടെ കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ ആ പടവും നടന്നില്ല. കാര്യം അതുമായിട്ടൊരു സിമിലാരിറ്റി ഉള്ള വേറൊരു പടം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് തൽക്കാലം ഉപേക്ഷിച്ചു.